ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്ന് ടോപ്പിക് അൻഷാദ് പാലയാണ്. രേണുസുതിയുടെ വാലെ തൂങ്ങിയായിട്ടുള്ള അൻഷാദ് പാലയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ നിന്റെ വീട്ടിൽ അമ്മേനെയും പെങ്ങളെയും വിളിക്കുന്ന തായും പൂവും കൂട്ടിയുള്ള വിളിയുണ്ടല്ലോ, അത് നിന്ന് നിന്റെ വീട്ടിൽ വെച്ചാൽ മതി. അതുമായിട്ട് സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് യൂട്യൂബിൽ ഞങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള പെൺകുട്ടികളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പുന്നാര മോനെ നിന്നെ വലിച്ചു കയറി അടുപ്പത്ത് വെക്കുന്ന കാര്യം ഞങ്ങൾ പരിഗണിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നീ നിന്റെ സോഷ്യൽ മീഡിയ പേജുകളും പൂട്ടിക്കെട്ടി വീട്ടിൽ പോയിരിക്കേണ്ട അവസ്ഥ വരും. നിനക്ക് സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത രീതിയിൽ നിന്നെ ഞങ്ങൾ നാറ്റിച്ചു വിടും. ആ കാര്യത്തിനകത്ത് യാതൊരു ദാക്ഷിണ്യം ഉണ്ടാവില്ല. ഈ കഴിഞ്ഞ ദിവസം ഇവൻ്റെതായിട്ടുള്ള ഒരു ആൽബം പുറത്തേക്ക് വന്നിരുന്നു. ആ ഒരു ആൽബത്തിന്റെ പേരൊന്നും ഞാനിവിടെ പറയുന്നില്ല. ആ ഒരു ആൽബത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇവനൊരു ഇമേജ് പുറത്തേക്ക് വിട്ടു. രേണുസുതിയുടെ ഒരു അർദ്ധനഗ്ന ചിത്രമാണ്. രേണുസുതിയും ഇവനും കൂടി ഒന്നിച്ച് ഒരു ബാട്ടപോലും ചുറ്റിക്കൊണ്ട് നിൽക്കുന്ന ചിത്രമാണ് ഇവൻ പുറത്തേക്ക് വിട്ടത്. സോ ആ ഒരു ചിത്രം വളരെ വിവാദമായി. അതിന് തൊട്ട് പിന്നാലെ രേണുസുതി ആ ഒരു ചിത്രത്തിനെതിരെ രംഗത്ത് വന്നു. അതായത് ആ ഒരു ആൽബത്തിനകത്ത് അത്തരത്തിലുള്ള ഒരു സീനില്ല, താൻ അങ്ങനെ ഒരു സീനിൽ അഭിനയിച്ചില്ല, അത് യൂസ് ചെയ്തുകൊണ്ട് ഇവൻ ക്രിയേറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് രേണുസുതി ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നായിരുന്നു. നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുപോകാം. ഹലോ, നമസ്കാരം. രേണുസുതിയാണ്. ഞാനിപ്പോൾ സുഖമില്ലാതെ കിടക്കുവാണ്. കീമോ കഴിഞ്ഞിട്ട് കിടക്കുവാണ്. അപ്പോൾ ഞാനൊരു 1.5 വർഷം മുന്നേ അഭിനയിച്ച് ഏകദേശം 2 വർഷം അടുത്തായി അഭിനയിച്ച ഒരു ആൽബം ഈയിടെ റിലീസിന് കൊടുക്കുവാണ്. അപ്പം അതിലൊരു പോസ്റ്റർ എൻ്റെ അവരുടെ അടിയറ പ്രവർത്തകർ വെച്ചിട്ട് നിർമ്മിച്ച ഒരു പോസ്റ്റർ. അത് പ്രമോഷന് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ് വെച്ചിട്ട്. അപ്പം ആ പോസ്റ്റർ എനിക്ക് ഇട്ട് തന്നിട്ട് അത് ഇട്ടോട്ടെ എന്ന് വെച്ചു. ഞാനപ്പം ഈ ഹീറോ എടുത്തു കഴിഞ്ഞാൽ അറിയാലോ, ബോധമില്ലാതെ കിടക്കുമായിരുന്നു. ഞാൻ നേരെ ചുവ കണ്ടില്ല, ആന്ന് വെച്ചതൊക്കെ ഉണ്ട്. പക്ഷെ ഞാനത് അറിഞ്ഞില്ലേ സംഭവമല്ല. ഇപ്പം അത് ഭയങ്കരമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സീൻ അതിനകത്തില്ല, അങ്ങനെ ഒരു സീനും ഇല്ല, അങ്ങനെ ഇട്ട് ഞാൻ അഭിനയിച്ചിട്ടും ഇല്ല. പക്ഷെ അതൊരു ആണ്. ഞാൻ അണിയറ പ്രവർത്തകരോട് പറഞ്ഞു അത് റിമൂവ് ചെയ്യാൻ പറഞ്ഞവരത് റിമൂവ് ചെയ്തിട്ടുണ്ട്. വീണ്ടും അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എനിക്കോ അല്ലെങ്കിൽ എനിക്ക് യാതൊരുവിധ ബന്ധമില്ലാത്ത ഫോട്ടോയാണത്. ആൽബത്തിനകത്ത് അങ്ങനെ ഒരു സീനും ഇല്ല. നല്ല മനോഹരമായ ആൽബം തന്നെയാണ്. സോ എൻ്റെ ഈ ഒരു വീഡിയോ ഇവന്റെ അമ്മയോ പെങ്ങളോ സഹോദരിമാരോ കാണുന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് ഇവൻ വീട്ടിലുള്ള സമയത്ത് നിങ്ങൾ കുളിക്കാനോ ഡ്രസ്സ് മാറാനോ ഒന്നും ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ വേണ്ടി വന്നാൽ ഇവൻ അത് വീഡിയോ എടുത്ത് വെക്കും. അടുത്ത ആൽബത്തിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഇവൻ വേണേൽ അത് ലീക്ക് ഔട്ടും ചെയ്യും. കാരണം കൂടെ അഭിനയിച്ച ഒരു പെൺകുട്ടിയുടെ അറിവോ സമ്മതവും ഇല്ലാതെ അവളുടെ ഒരു അർദ്ധനഗ്ന ചിത്രം യൂസ് ചെയ്ത് പ്രചരിപ്പിച്ച നാറിയാണ് ഇവൻ. ആ ഇവരിൽ നിന്ന് നിങ്ങൾ യാതൊരു കരുണയും പ്രതീക്ഷിക്കരുത്. ഇവന് റീച്ച് മാത്രമാണ് മുഖ്യം. ആ റീച്ചിന് വേണ്ടിയിട്ട് ഇവൻ എന്ത് തരവഴിയും കാണിക്കും. അതാണ് ഇവൻ ഇവിടെ തെളിയിച്ചിരിക്കുന്നത്. എനിക്ക് ഈ ഒരു വിഷയത്തിനകത്ത് രേണുവിനോട് പറയാനുള്ളത്, ഇവനെതിരെ നിങ്ങൾ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകണം. കാരണം മറ്റൊന്നുമല്ല, ഒരു സ്ത്രീയുടെ അർദ്ധനഗ്ന ചിത്രമോ നഗ്ന ചിത്രമോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് സ്പ്രെഡ് ചെയ്യുക എന്ന് പറയുന്നത് ഗൗരവപരമായിട്ടുള്ള ഒരു ക്രിമിനൽ ഒഫൻസ് ആണ്. ആ ഒരു ക്രിമിനൽ കുറ്റം ചെയ്ത ഇവനെ നിങ്ങൾ ഇപ്പോൾ ഫ്രീ ആയിട്ട് വിട്ടു കഴിഞ്ഞാൽ നാളെ ഇന്ന് അർദ്ധനഗ്ന ചിത്രമാണ് നിർമ്മിച്ചെങ്കിൽ നാളെ അതിലും കൂടിയ സാധനങ്ങൾ നിർമ്മിച്ച് നിങ്ങളെ ഈ സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തും. ഓൾറെഡി ഇവൻ നിങ്ങളെ ഒരു തവണ സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തിയതാണ്. നിങ്ങൾ ജീവൻ എടുക്കാൻ ശ്രമിച്ചു. അതിന് കാരണക്കാരൻ കിച്ചു എന്ന് പറയുന്ന രാഹുൽ ദാസ് ആണ്. അവൻ നിങ്ങളെ അമ്മയായിട്ടല്ല കണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളെയും കിച്ചുവിനെ ഈ പൊതുജന മധ്യത്തിൽ അപമാനിച്ച ഒരു നാറിയാണ് ഇവൻ. അന്ന് നിങ്ങൾ ഇവനെ വിളിച്ച പൂരത്തെറി വിളിച്ചത് എനിക്കറിയാം. പക്ഷേ ഇവനെ ഇങ്ങനെ ഇനിയും കയറൂരി വിട്ടു കഴിഞ്ഞാൽ ഇവൻ നിങ്ങളുടെ ജീവന് ഒരു ഭീഷണിയായിട്ട് മാറും. സോ ഈ ഒരു ചിത്രവുമായി ബന്ധപ്പെട്ട ക്ലാരിഫിക്കേഷനുമായിട്ട് രേണുസുതി വന്നതിന് തൊട്ട് പിന്നാലെ നമ്മുടെ വോയിസ് ഓഫ് പാർവതി എന്ന് പറയുന്ന ചാനലിലെ പാർവതി ഈ ഒരു പർട്ടിക്കുലർ ചാനലുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. അതായത് രേണുസുതിയുടെയും അൻഷാദിന്റെയും ആൽബം റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചാനലുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു ചാനലിൽ അയച്ച മെസ്സേജ് അറിയാതെ ഇവന് സെൻഡ് ആവുന്നു. അങ്ങനെ സെൻഡ് ആയതിൻ്റെ തൊട്ട് പിന്നാലെ ഇവൻ പാർവതിനെ കണ്ണു പൊട്ടുന്ന തെറി വിളിച്ചു. അങ്ങനെ തെറി വിളിച്ചതുമായി ബന്ധപ്പെട്ട് പാർവതി ഒരു വീഡിയോ അവരുടെ ചാനലിനകത്ത് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. സോ ഈ ഒരു ചിത്രം വിവാദമായതിന് തൊട്ട് പിന്നാലെ നമ്മുടെ വോയിസ് ഓഫ് പാർവതി എന്ന് പറയുന്ന ചാനലിലെ പാർവതി ഈ ഒരു പർട്ടിക്കുലർ ചാനലുമായിട്ട് കോൺടാക്ട് ചെയ്തു. അതായത് ഈ രേണുസുതിയുടെ അൻഷാദിന്റെ ആൽബം റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചാനലുമായിട്ട് ഇൻസ്റ്റാഗ്രാം വഴി പാർവതി കോൺടാക്ട് ചെയ്തു. അങ്ങനെ അവർക്ക് അയച്ചൊരു മെസ്സേജ് അബദ്ധവശാൽ ഈ പറയുന്ന അൻഷാദിന് സെൻഡായി പോകുന്നു. അങ്ങനെ സെൻഡായി പോയപ്പോഴത്തേക്ക് ഈ ഒരു മെസ്സേജ് കണ്ട അൻഷാദ് പാർവതിയെ പച്ചത്തെറി വിളിക്കുകയായിരുന്നു. എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പാർവതി ഒരു വീഡിയോ അയച്ചു തന്നു. ഈ അൻഷാദ് വിളിച്ച തെറികളുടെ സ്ക്രീൻ റെക്കോർഡാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക.
സോ ഇങ്ങനെയാണ് ഇവൻ്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ വിളിക്കുന്നത്. അതുകൊണ്ടായിരിക്കുമല്ലോ നാട്ടിലുള്ള പെണ്ണുങ്ങളെ അങ്ങനെ വിളിക്കുന്നത്. സോ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നമ്മുടെ പാർവതി പ്രതികരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു രണ്ടുപേരും ടൗൽ എടുത്തോണ്ട് നിൽക്കുന്ന ഒരു AI പിക്കാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവളന്ന് പറഞ്ഞ് ഞാൻ കീമോ എടുത്ത് കിടക്കുവാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈശ്വര അതിന് ആ ഇടയ്ക്ക് തന്നെയാണല്ലോ ബിബിയയിലും ഞങ്ങളെല്ലാം കൂടെ ചൊറിഞ്ഞോണ്ട് തെറിയും പറഞ്ഞോണ്ട് വന്നത്. അപ്പൊ കീമോ ഒന്നും ഇല്ല. അപ്പൊ ഇത് കീമോ എടുത്ത് കിടക്കുവാണോ അല്ലോ എന്ന് ഞാൻ അറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി വീഡിയോ ചെയ്യാനൊന്നും അല്ല, ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവരുടെ കൊളാബ് ചെയ്ത പേജ് നോക്കിയപ്പോഴത്തേക്ക് ഇവരുടെ ആ റിലീസ് ചെയ്യുന്നത്, ഇവരുടെ ഈ ആൽബം റിലീസ് ചെയ്യുന്നവർക്ക് ഞാൻ മെസ്സേജ് അയച്ചു, ഹൈ ബ്രോ ഏത് ഡേറ്റിലാണ് നിങ്ങൾ ഈ AI പിക്ക് ഇട്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർ കറക്റ്റ് ആയിട്ടുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ തന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി നമുക്ക് ഗെയിം എടുത്ത് കിടക്കുന്ന സമയത്ത് തന്നെയാണ് ഇത് അവര് പബ്ലിക് ആക്കിയതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പത്തേക്ക് ഇതിന്റെ കൊളാബ് ചെയ്തിട്ട് ഈ അർഷാദ് പാലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് ശ്രദ്ധിച്ചില്ലടേ. ഞാൻ ഈ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഇവർക്കും കൂടെ ഈ അർഷാദ് പാല എന്നുള്ള ഇത് ശ്രദ്ധിക്കാണ്ട് ഇയാൾക്കും കൂടെ മെസ്സേജ് അയച്ചു. അപ്പത്തേക്ക് ഞാൻ ജസ്റ്റ് മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അർഷാദ് പാലയാണ്, ഈ നായകനാണെന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതി, എടോ തന്റെയും എന്താണ് രേണുവിന്റെയും ആ ഒരു AI പിക്കില്ല അത് ഏത് ഡേറ്റിലാണ് എന്ന് ജസ്റ്റ് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് എന്താണ് അവര് ഇത് തന്നു, റിപ്ലൈ തന്നു, എടോ അങ്ങനെയാ മറ്റേ അമർച്ച എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി ബ്രോ ശരി എന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും എന്നിട്ട് ഈ കേസ് വിട്ട് കളഞ്ഞാണ്. എന്നിട്ട് ഇവന് പിറ്റേ ദിവസം എനിക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും. അപ്പൊ ഞാൻ ഈ കേസ് വിട്ട് കളഞ്ഞോണ്ട് ഞാൻ റിപ്ലൈ ഒന്നും കൊടുക്കാൻ പോയില്ല. ഇവൻ അത് കഴിഞ്ഞിട്ട് ഉത്രാടത്തിന് അന്ന് രാവിലെ ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തില്ല. ഒരു 3-4 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് പരത്തെറി, ഞാൻ ഈ സൈഡിൽ വെക്കാം, അപ്പൊ ഒരു പരത്തെറി വിളിച്ചു. എന്നിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. പിന്നെ ഞാൻ പറഞ്ഞു നിന്റെ വീട്ടിലെ സ്വഭാവമായിട്ട് എന്റെ അടുത്തോട്ട് വരരുത്, നിൻ വീട്ടിൽ പെരുമാറുന്ന പോലെ അതാക്കരുത്. പിന്നെ ഇവ വീണ്ടും തെറികൾ മാത്രം അയക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഉത്തരാടത്തിന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എന്താണ് ഇവന് ആ ഇവരുടെ ആൽബത്തിന്റെ ലിങ്ക് കണ്ടിട്ട് തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു പകല് മൊത്തം പരത്തെറി വിളിച്ചിട്ട് നല്ല കൊള്ളാം, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. സോ ഇതാണ് സംഭവിച്ചത്. ഈ നാറീനൊക്കെയാണ് രേണുസുതി ഇത്രയും കാലം കൂടെ കൂട്ടിയത്. അതിന്റെ നല്ല പണി തിരിച്ച് കിട്ടുകയും ചെയ്തു രേണുവിന് എന്തായാലും. സോ എനിക്ക് ഈ ഒരു വിഷയത്തിൽ നമ്മുടെ രേണുവിനോടും അതേപോലെ തന്നെ പാർവതിയോടും പറയാനുള്ളത്, നിങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകണം. കാരണം രേണുവിന്റെ കാര്യത്തിൽ രേണുവിന്റെ അറിവോ സമ്മതവും ഇല്ലാതെ അവരുടെ ഒരു അർദ്ധനഗ്ന ചിത്രം AI യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തു. ആ ഒരു സ്ത്രീനെ സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്താണ്ട് ശ്രമിച്ചു. അതുകൂടാതെ പാർവതി എന്ന് പറയുന്ന പെൺകുട്ടിയെ അവരുടെ ഇൻസ്റ്റാഗ്രാം ഫീഡിൽ ചെന്ന് തെറി വിളിച്ചു. ഇതിനൊക്കെയുള്ള ലൈസൻസ് ഇവൻ ആരാ കൊടുത്തത്? അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഇവനൊക്കെ ഇങ്ങനെ കയറോടി വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള പെൺകുട്ടികൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവനെതിരെ എത്രയും പെട്ടെന്ന് നിയമ നടപടി നിങ്ങൾ രണ്ടുപേരും സ്വീകരിക്കണം. ഏതായാലും ഈ ഒരു വീഡിയോ കാണുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ആ ഒരു ആൽബം കാണുവാണെങ്കിൽ മാക്സിമം റിപ്പോർട്ട് അടിച്ച് ആ ഒരു ആൽബം ഡൗൺ ആക്കാണ്ട് നിങ്ങൾ എല്ലാവരും ശ്രമിക്കണം. അപ്പോൾ ഓക്കെ, ബൈ.